ഏവർക്കും ദേവദാരുവിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ശിവരാത്രി ദിവസം ഈ സമയം ഉറങ്ങരുത്. ഭഗവാൻ വരുന്ന സമയമാണ് അത്. ഏത് സമയമാണ് എന്ന് നമുക്ക് നോക്കാം. സാധാരണ രാത്രി മുഴുവനും ഉറക്കം വിളയ്ക്കാൻ സാധിക്കാത്തവർക്ക് ശിവരാത്രിയുടെ പൂർണ്ണഫലം ലഭിക്കാനായിട്ട് ഏറ്റവും ഉചിതമായ ഒരു സമയം കൂടിയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ശിവപുരാണം അനുസരിച്ച് ഭഗവാൻ പരമേശ്വരൻ ലിംഗോത്ഭവ മൂർത്തിയായിട്ട് പ്രത്യക്ഷപ്പെട്ടത് ഈ ഒരു സമയത്തായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് നിശീതകാലം ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. രാത്രി 11:45 മുതൽ 12:45 വരെയാണ് നിശീതകാലം. ഈ സമയത്ത് ഈ ഒരു വിശിഷ്ട സമയം പാഴാക്കാതെ ഓം നമഃ ശിവായ മന്ത്രം ജപിച്ചുകൊണ്ടും ഭഗവാന്റെ നാമങ്ങളും മന്ത്രങ്ങളും ഉരുവിട്ടുകൊണ്ടും ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുക. ശിവരാത്രി പുണ്യം ഭഗവാന്റെ അനുഗ്രഹവും ജീവിതത്തിൽ എന്നും ഉണ്ടാകുവാനായിട്ട് ഇത് ഏറ്റവും ഉത്തമമായ ഒരു സമയം കൂടിയാണ്. ശിവരാത്രി ദിനം നമ്മൾ ജപിക്കേണ്ട മന്ത്രങ്ങൾ. ശിവരാത്രി ദിനത്തിൽ കഴിവതും ഓം നമഃ ശിവായ ജപിക്കുന്നത് സകല പാവങ്ങളും കഴുകിക്കളഞ്ഞ മനസ്സ് നിർമ്മലവും ഊർജ്ജസ്വലവുമാക്കും. സൂര്യോദയത്തിന് മുൻപായിട്ട് കുളിച്ച് നിലവിളക്ക് തെളിയിച്ച് ഗായത്രി മന്ത്രം ജപിച്ച് ഒപ്പം ശിവഗായത്രി മന്ത്രവും ചൊല്ലുക. ശിവഗായത്രി മന്ത്രം ഓം തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത് എന്നാണ്. ഇതുകൂടാതെ മഹാമൃത്യുഞ്ജയ മന്ത്രവും രുദ്രമന്ത്രവും ശിവപുരാണ പാരായണവും വിലാഷ്ടകവും ചൊല്ലുന്നത് അതീവ പുണ്യകരമാണ്. 1000 ഏകാദശിക്ക് തുല്യമാണ് ശിവരാത്രി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു സമയം നിശീതകാലം, അതായത് രാത്രി 11:45 മുതൽ 12:45 വരെയാണ്. ഈ ഒരു സമയം പരമാവധി മഹാദേവൻ്റെ സ്തുതികളും കീർത്തനങ്ങളും ഒപ്പം ഓം നമഃ ശിവായ മന്ത്രവും ചൊല്ലി ഭഗവാനെ നമ്മൾ സ്മരിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പുണ്യവും ഭഗവാന്റെ അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകുവാനായിട്ട് കാരണമായി തീരും.